ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ല അടിപൊളിയൊരു സ്വീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാജസ്ഥാനി ട്രഡീഷണൽ സ്വീറ്റാണ്. മൂങ് ദാൽ ഹൽവ അല്ലെങ്കിൽ മൂങ് ദാൽ ഷീര എന്നൊക്കെയാണ് ഇതിന് പറയുന്ന പേരുകൾ. ഹൽവ എന്ന് പേരുണ്ടെങ്കിലും നമ്മൾ സാധാരണ പീസസായി മുറിച്ച് കഴിക്കുന്ന ഹൽവയുടെ ടേസ്റ്റോ ടെക്സ്ചറോ ഒന്നുമല്ല ഈ സ്പെഷ്യൽ ഹൽവയ്ക്ക്. ഇത് കേസരിയൊക്കെ കഴിക്കുന്ന പോലെ സ്പൂൺ വെച്ച് കോരി കഴിക്കാവുന്ന ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഇതിനാവശ്യമായ 1 കപ്പ് ചെറുപയർ പരിപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ കുതിരാൻ വെക്കാം. നന്നായി കുതിർന്ന് വന്നതിന് ശേഷം ഇത് വൃത്തിയായി കഴുകിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായി കുതിർന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. അഥവാ അരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാനായി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു കുങ്കുമപ്പൂ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തത് ചേർക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, സ്വീറ്റിന് നല്ലൊരു ഭംഗിയും കളറും കിട്ടാനാണ് ഇത് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി പഞ്ചസാരയെല്ലാം മെൽട്ടായി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഹൽവ റെഡിയാക്കാനായി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചെറുതായി ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും 1 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് കൊടുക്കാം. ഇത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടെക്സ്ചറും കിട്ടും. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ചെറുപയർ പരിപ്പ് കൂടെ ചേർക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നന്നായി ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ ചേർത്ത നെയ്യ് മുഴുവനായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നെയ്യ് ചെറുതായി ഇറങ്ങി വരാൻ തുടങ്ങും. ഇതിൻ്റെ കളറും ഇതേപോലെ ഗോൾഡൻ ബ്രൗണിലോട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് മുഴുവനായി അബ്സോർബ് ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്തയും ബദാമുമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ സ്വീറ്റ് ഇരിക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. അപ്പോൾ ഈ വ്യത്യസ്തമായ സ്വീറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.